ഐക്യം പരമപ്രധാനമെന്ന വി.എം. സുധീരൻ. ഇപ്പോഴത്തെ വിവാദം ദൗർഭാഗ്യകരമെന്നും പാർട്ടി ദുർബലമായാൽ അണികളും ദുർബലമാകുമെന്നും സുധീരൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ പോര് തെരുവിലേക്ക് നീണ്ട സാഹചര്യത്തിൽ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുകയാണ്. മുകുൾ വാസ്നിക് വൈകിട്ട് മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി സജേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സജേഷ്, എന്തൊക്കെയാണ് സുധീരൻ പറഞ്ഞത്? എന്തൊക്കെയായിരിക്കും ഹൈക്കമാൻഡിന്റെ ഇടപെടൽ? അജിംഷാദ്, കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കുള്ള ഒരു മറുപടി സുധീരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡിന്റെ ഇടപെടലാണ് കാരണം. പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തുകയാണ്. കാര്യങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട സാഹചര്യവും ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സുധീരൻ ഇപ്പോൾ KPCCക്ക് കർശന നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന നിലയിൽ അക്കാര്യം മാത്രമാണ് സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോഴും പറഞ്ഞത്. നിലവിൽ കൊല്ലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ദൗർഭാഗ്യകരമാണ്. പാളിച്ചകൾ എവിടെ നിന്നുണ്ടായെന്ന് പരിശോധിക്കും. മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് ഈ പാളിച്ചകൾ പരിശോധിക്കുമെന്നാണ് സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അജിംഷാദ്, തീർച്ചയായും സജേഷ്, വൈകിട്ട് ആകുമോ മുകുൾ വാസ്നിക്ക് കാണുക? പ്രത്യേകിച്ചും കേരളത്തിന്റെ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ വിശദീകരണം ഉണ്ടാകാം. തീർച്ചയായും അജിംഷാദ്, രാഷ്ട്രീയകാര്യ സമിതി ചേരാത്തതിലുള്ള നീരസം ഹൈക്കമാൻഡിനുണ്ട്. ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി ചേരാനാകാത്തത് എന്ന് KPCC ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുള്ള സമിതിയായിട്ടുള്ള രാഷ്ട്രീയകാര്യ സമിതി അടിയന്തരമായി ചേരുന്നതിനുള്ള ഒരു നീക്കമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാഷ്ട്രീയകാര്യ സമിതി ഉമ്മൻചാണ്ടി കൂടി പങ്കെടുത്ത് അടിയന്തരമായി ചേരണമെന്ന നിർദ്ദേശവും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നതായാണ് സൂചന. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് മുന്നിൽ എത്തിയിട്ടുണ്ട്. കെ മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എ ഗ്രൂപ്പ് നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചും V.M. സുധീരൻ പക്ഷത്തുള്ളവർ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ഹൈക്കമാൻഡുമായി കത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ ഇടപെടൽ. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് ബോധ്യപ്പെട്ടതായാണ് ഹൈക്കമാൻഡിന്റെയും വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ അടിയന്തരമായി മുകുൾ വാസ്നിക് പത്രസമ്മേളനം വിളിച്ചതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും, അതായത് മുരളീധരനും ഒരുപക്ഷെ ഉണ്ണിത്താനും തമ്മിൽ ഉണ്ടാക്കിയ വ്യക്തമായ ചേരിതിരിവിന്റെ പ്രകടമായ സൂചനകളെ ഏതൊക്കെ വിധത്തിൽ ഹൈജാക്ക് ചെയ്യാം എന്നത് നേതാക്കന്മാർ ആലോചിക്കുന്നതോടൊപ്പം അതിനുള്ള അനുരഞ്ജനവും അണിയറയിൽ പുരോഗമിക്കുകയാണ് എന്ന് തന്നെ വിലയിരുത്താം. അജിംഷാദ്, ഇത് കേവലം മുരളീധരനും ഉണ്ണിത്താനുമായിട്ടുള്ള പ്രശ്നം ഹൈക്കമാൻഡ് കണക്കിലെടുക്കുന്നില്ല. മറിച്ച് സുധീരന്റെ നേതൃത്വത്തിലുള്ള സംഘടിത ആക്രമണമായി തന്നെയാണ് ഹൈക്കമാൻഡ് ഇതിനെ കാണുന്നത്. മുരളീധരനെ മുന്നിൽ നിർത്തി എ ഗ്രൂപ്പ് നടത്തിയ നീക്കം, രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ KPCC ഒരു റിപ്പോർട്ടായിട്ട് തന്നെ ഹൈക്കമാൻഡിന് നൽകിയിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിയെ കൂടി അതുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി ചേരുകയാണ് പരിഹാരം എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇരുപക്ഷവും ഇപ്പോഴും തയ്യാറായിട്ടില്ല. പ്രസ്താവനകൾക്ക് തൽക്കാലം ശമനമുണ്ടെങ്കിലും ഈ പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. ഗ്രൂപ്പ് പ്രവർത്തനവും ശക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 29-ാം തീയതി I ഗ്രൂപ്പും A ഗ്രൂപ്പും രഹസ്യ യോഗങ്ങൾക്ക് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്, തീർച്ചയായും അതും വ്യക്തമാണ്. സജേഷ്, ഒരു കാര്യം കൂടി, അതായത് ഒരുപക്ഷെ ഉണ്ണിത്താന് നേരെ ഇന്ന് DCC ഓഫീസിൽ വെച്ചുണ്ടായ ആക്രമണത്തെ അല്ലെങ്കിൽ ആക്രമണ ശ്രമത്തെ ഒക്കെ ഒരുപക്ഷെ സുധീര വിഭാഗത്തിന് ഈ പ്രശ്നങ്ങളിൽ മേൽക്കൈ നേടാൻ സഹായിക്കുമോ? അതുകൊണ്ടാണോ മുരളീധരൻ പറഞ്ഞത് ഇത് ഉണ്ണിത്താൻ ആസൂത്രണം ചെയ്തതാണെന്ന്? തീർച്ചയായും അജിംഷാദ്, പൊതുവിൽ ഹൈക്കമാൻഡിന് സുധീരനോട് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലുള്ള നീരസവും ഉണ്ട്. ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രൂപം കൊടുത്ത 21-അംഗ സമിതിയാണ് രാഷ്ട്രീയകാര്യ സമിതി. ആ സമിതി ചേരാൻ പോലും കഴിയാത്ത സാഹചര്യം നിലവിൽ നിൽക്കുന്നു. അത് എ ഗ്രൂപ്പിന്റെ അതൃപ്തി കാരണമാണ്. DCC പൊതുസംഘടനയ്ക്ക് ശേഷം എ ഗ്രൂപ്പ് KPCC പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. വ്യത്യസ്തമായ പരിപാടികളുമായാണ് ഗ്രൂപ്പുകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിൽ ഇതുവരെ KPCC അധ്യക്ഷൻ പങ്കെടുത്തിട്ടില്ല. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യം വളരെ ഗുരുതരമാണെന്ന് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തലുണ്ട്. ഒരു അടിയന്തര നടപടിയിലേക്ക് കടക്കാതെ ഉമ്മൻചാണ്ടിയെ കൂടി അന്വയിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. ശരി സജേഷ്, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ പ്രകടമായ രണ്ട് ചിഹ്നങ്ങളായി മുരളിയുടെയും ഉണ്ണിത്താന്റെയും
വാക്പോരുകളെ കാണാനാകും. ഏറ്റവും ഒടുവിൽ സംഘർഷഭരിതമായ രീതിയിലേക്ക് കൂടി ഗ്രൂപ്പ് പോര് എത്തി നിൽക്കുന്ന മാനമാണ് നാം കാണുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷം ആണ് ഇന്ന് കൊല്ലം DCCയിൽ നടന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് എത്തുന്നു എന്നതാണ്, അല്ലെങ്കിൽ തെരുവ് യുദ്ധത്തിലേക്ക് എത്തുന്നു എന്ന രീതിയിലേക്കാണ്. കൊല്ലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ DCCയുടെ പരിപാടിക്ക് എത്തിയപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ അസഭ്യം പറയുകയും ചീമുട്ടയെറിയുകയും ചെയ്തു. വിവരങ്ങളുമായപ്പോൾ രാജ്കുമാർ കൂടി ചേരുകയാണ്, ഞങ്ങളുടെ പ്രതിനിധി. രാജ്കുമാർ, ഇപ്പോഴത്തെ സ്ഥിതി എന്ത്, നടന്നതെന്ത് എന്ന് ഒരിക്കൽ കൂടി. ഹലോ, രാജ്കുമാർ കേൾക്കാമെങ്കിൽ. കൊല്ലം DCCയുടെ ഇതിൽ 136ാം ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സുഹൃത്തുക്കളൊപ്പം കാറിലേക്ക് എത്തിയത്. DCCയുടെ കവാടത്തിന് തൊട്ടു മുമ്പ് റോഡിന്റെ മധ്യഭാഗത്ത് വെച്ച് തന്നെ സംഘടിച്ചു നിന്ന ഏതാണ്ട് 1.5 മണിക്കൂറോളം സംഘടിച്ചു നിന്ന പ്രവർത്തകർ കാറിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറി വാഹനത്തിന് കേടുപാടുണ്ടാക്കി. ഇതിനിടയിൽ ചിലർ ചീമൂട്ട എറിയുകയും ചെയ്തു. തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാറിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കൊടുത്തു. ഇതിനിടെ വാഹനം പാഞ്ഞാണ് ഉള്ളിലേക്ക് കയറിപ്പോയത്. ഈ സമയത്ത് മറ്റു പലർക്കും മുരളീധര യുവാക്കൾക്ക് കാലിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ഇവർ രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുടർന്ന് ആക്രമിക്കാനായി വീണ്ടും DCCയുടെ ഉള്ളിലേക്ക് കടന്നെങ്കിലും സേവാദൾ പ്രവർത്തകരും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ഈ മുരളീധര യുവാക്കളെ നേരിടുകയായിരുന്നു. അതിൽ 3-4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന കാറിന്റെ ചില്ലുകൾ ചിലർ ഇടിച്ചു തകർക്കുകയും വാഹനത്തിന് കേടുപാടുണ്ടാക്കുകയും ചെയ്തു. വലിയ തോതിലുള്ള പ്രവർത്തകരുടെ ഒരു സുരക്ഷാ വളയത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ DCCയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ DCC ഉള്ളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ പ്രസംഗം തുടരുകയാണ്. രൂക്ഷ ഭാഷയിലുള്ള മറുപടിയാണ് മുരളീധര പക്ഷത്തിന് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. താൻ നിലനിൽപ്പിന് വേണ്ടി ഒരുപക്ഷെ അവർ ആക്രമിക്കുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിന് തനിക്കും ആകും, അതിന് താൻ ഇനിയും മുതിരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിൽ തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കിവിട്ട് ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ പലരും കയറി പല സീറ്റുകളിൽ ഇരുന്ന് അവരോട് കാട്ടിയതുപോലെ തന്നോട് കാണിച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കാൻ തനിക്ക് അറിയാം. ഇത് കണ്ണൂരിലെ സുധാകരനോടാണ് ഈ നിലയിൽ പെരുമാറിയിരുന്നുവെങ്കിൽ കണ്ണൂരിൽ അവർ മുട്ടുകാലിൽ നിന്ന് ഇഴഞ്ഞു പോകാൻ പോലും കാലുണ്ടായിരിക്കില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. തീർച്ചയായും രാജ്കുമാർ, തുടർന്നുള്ള വാർത്തകളിലേക്ക് എത്തുകയും ചെയ്യാം. രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ ഒരു വിഭാഗം പ്രവർത്തകർ അസഭ്യം പറയുകയും ചീമുട്ടേറുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ DCCയിൽ പ്രസംഗിക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങളുമായി തുടർന്ന് ഉള്ള ബുള്ളറ്റിനുകളിൽ രാജ്കുമാറിലേക്ക് തന്നെ എത്താം. മറ്റു വാർത്തയിലേക്ക്. കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള പരസ്യപ്പോര് നിർത്തണമെന്ന് AK ആന്റണി. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും AK ആന്റണി ദില്ലിയിൽ ആവശ്യപ്പെട്ടു. MA ഷാനവാസ് ജയ്ഹിന്ദ് ചാനലിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും രാജിവെച്ചു. KPCC അധ്യക്ഷൻ VM സുധീരൻ ജയ്ഹിന്ദ് TV ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് MA ഷാനവാസും ഡയറക്ടർ ബോർഡിൽ നിന്നും രാജിവെച്ചത്. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന പരസ്യപ്പോരിന്റെ പശ്ചാത്തലത്തിലാണ് ഷാനവാസിന്റെയും രാജി. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കരുതെന്ന് VD സതീശൻ. ഇക്കാര്യം നേതാക്കളോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ ഇരുകൈകളും കൂപ്പി വിനയപൂർവ്വം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്ത് പരസ്പരം ചെളിവാരിയെറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കരുത് എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിക്കുന്നു. വാർത്തകളിലേക്ക്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടും. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. 6 മാസത്തേക്കാണ് കാലാവധി നീട്ടുന്നത്. PSCയുടെ യോഗം വെള്ളിയാഴ്ച ചേരും. വിവിധ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത്തരത്തിൽ 70ഓളം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടുന്നത്. ഡിസംബർ 31-ന് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്കും മാർച്ച് 31-ന് അവസാനിക്കുന്ന ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്കും നീട്ടും. മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ചുള്ള ശുപാർശ PSCക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ PSCയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേരും. ഒഴിവുള്ള 4 PSC അംഗങ്ങളുടെ ഒഴിവിലേക്ക് സുരേശൻ, ഡോക്ടർ MR ബൈജു, ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, അഡ്വക്കേറ്റ് രഘുനാഥൻ എന്നിവരെ നിയമിക്കും. സംസ്ഥാന സർക്കാരിന് കീഴിലെ 30ഓളം വകുപ്പുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം തത്വത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന രൂപീകരണത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് 1860 തടവുകാരെ ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
അഞ്ചേരി ബേബി വധക്കേസ് അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറിയായ VS അച്യുതാനന്ദന് അറിയാമായിരുന്നു എന്ന് ധ്വനി വരത്തക്ക രൂപത്തിൽ താൻ സംസാരിച്ചതായി പറയപ്പെടുന്നത് കളവാണെന്ന് മന്ത്രി MM മണി പറഞ്ഞു. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് ഒരു ദൃശ്യമാധ്യമം സംപ്രേഷണം ചെയ്തതെന്നും മണി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടുക്കിയിൽ നടന്നൊരു സംഭവത്തിൽ VSന് പങ്കുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഒരു നിലയിലും അതിന് ന്യായമില്ല. അത് പിന്നെ ഞാനെന്ന് ഈ പത്രവാർത്തയിലെ കണ്ടപ്പോൾ ഞാനങ്ങ് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മനോരമ ഇല്ല, എല്ലാ പത്രവും നോക്കി. അത് ചുമ്മാ ഉള്ള ബോധപൂർവ്വം ദൃഷ്ടി ചെയ്ത് ഞാൻ പറഞ്ഞതിനെ മാറ്റി എഴുതിയത്. അത് മാതൃഭൂമിയുടെ എന്നെ കാണാൻ വന്ന ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനഃപൂർവമായ ഒരു ഗൂഢാലോചനയാണ്. കറൻസി പിൻവലിച്ചത് മൂലം ജനങ്ങൾക്കുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട 50 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. ദിവസങ്ങൾക്കകം അടുത്ത ശമ്പള ദിനം എത്തുന്നതോടെ ബാങ്കുകളും ATMകളും വീണ്ടും തിരക്കിലേക്ക് പോകും. നോട്ട് അസാധുവാക്കൽ നടപടി 50-ാം ദിവസം പിന്നിടുമ്പോഴും രാജ്യത്ത് കറൻസി ക്ഷാമവും അതിന്റെ ഭാഗമായുള്ള ദുരിതങ്ങളും അതിരൂക്ഷമായി തുടരുകയാണ്. ATMകൾക്ക് മുന്നിലുള്ള നീണ്ട വരിക്കും മാറ്റമില്ല. രാജ്യത്തെ ഭൂരിഭാഗം ATMകളും ഇപ്പോഴും കറൻസി രഹിതം തന്നെ. പല ബാങ്കുകളിലും പണവിതരണം റേഷൻ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും തുടരുന്നത്. ദിവസങ്ങൾക്കകം അടുത്ത ശമ്പള ദിനം എത്തുന്നതോടെ ബാങ്കുകളും ATMകളും വീണ്ടും തിരക്കിൽ മുങ്ങും. കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നതിനായാണ് നടപടിയെന്ന് തുടക്കത്തിൽ അവകാശപ്പെട്ട പ്രധാനമന്ത്രി വളരെ വേഗം ഈ നിലപാട് തിരുത്തുകയാണുണ്ടായത്. കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനായാണെന്ന് പിന്നീട് അവകാശപ്പെട്ടു. നവംബർ 8-ന്റെ പ്രഖ്യാപനത്തിൽ കള്ളപ്പണമെന്ന വാക്ക് 18 പ്രാവശ്യം ആവർത്തിച്ച മോദി അന്ന് ഒരിക്കൽ പോലും കറൻസി രഹിത സമ്പദ് വ്യവസ്ഥ എന്ന് ആവർത്തിച്ചിരുന്നില്ല. മാത്രമല്ല, ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് നീങ്ങുന്നതിന് ഇത്തരം നടപടിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനും സർക്കാരിന് മറുപടിയില്ലായിരുന്നു. പിൻവലിച്ച നോട്ടുകൾ വൻതോതിൽ ബാങ്കുകളിലേക്ക് ഒഴുകിയതോടെ കറൻസി രൂപത്തിലുള്ള കള്ളപ്പണം തടയുക എന്ന മോദിയുടെ വാദം പൊളിഞ്ഞു. രാജ്യത്തെ 60% ആളുകൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയ്ക്കാണ് നോട്ട് അസാധുവാക്കൽ തിരിച്ചടിയായത്. നല്ല കാലവർഷവും മികച്ച ഖാരിഫ് വിളയും കർഷകരെ ആഹ്ലാദത്തിലാഴ്ത്തിയ ഘട്ടത്തിലാണ് നോട്ട് അസാധുവാക്കൽ. ഇതോടെ ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി ഇടിഞ്ഞു. 80% തൊഴിലവസരമൊരുക്കുന്ന അസംഘടിത മേഖലയും പൂർണ്ണമായി തകർന്നു. തുകൽ, വസ്ത്രം, ആഭരണ നിർമ്മാണം തുടങ്ങിയ മേഖലയിൽ നിർമ്മാണ യൂണിറ്റുകൾ കൂട്ടമായി അടച്ചുപൂട്ടി. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്ന് കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടമായി ജന്മനാട്ടിലേക്ക് മടങ്ങി. മീൻപിടുത്തം, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, തോട്ടം, ടൂറിസം തുടങ്ങിയ മേഖലകളും കടുത്ത പ്രതിസന്ധിയിലാണ്. 50 നാളുകൾക്ക് ശേഷവും കറൻസി ക്ഷാമ ദുരിതം തുടർന്നാൽ ജനം പറയുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഒരുക്കമാണെന്നായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. താൻ ചെയ്തത് തെറ്റെങ്കിൽ ജീവനോടെ ചുട്ടുകൊന്നോളൂ എന്നുവരെ പറഞ്ഞിരുന്നു. നോട്ട് ക്ഷാമം 50 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും 10 ലക്ഷം കോടിയോളം മൂല്യമുള്ള കറൻസിയുടെ കുറവാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കറൻസി ക്ഷാമം രൂക്ഷമായതോടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ അവതാളത്തിലായി തുടരുന്നു. കറൻസികൾ ബാങ്ക് ശാഖകളിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ബാങ്ക് ജീവനക്കാർ ആവശ്യപ്പെടുന്നു. പുതുതലമുറ ബാങ്കുകളെ വഴിവിട്ട് സഹായിച്ചതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നാണ് SBT എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ കമ്മിറ്റിയുടെ ആവശ്യം. കറൻസി മുഖാന്തരം 98% ക്രയവിക്രയങ്ങളും നടക്കുന്ന രാജ്യത്ത് 86% കറൻസി പിൻവലിച്ചതിലൂടെ കടുത്ത ക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്ര കണ്ട് പ്രചരിപ്പിച്ചാലും ബാങ്കിന്റെ ശാഖകളിൽ പണമെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബുദ്ധിമുട്ട് ബാങ്കിംഗ് മേഖലയിൽ നിലനിൽക്കുമ്പോൾ കേവലം 7% മാത്രം ഡിജിറ്റൽ സാക്ഷരതയുള്ള ഇന്ത്യയിൽ 53% മാത്രമാണ് മൊബൈൽ ഉപഭോക്താക്കൾ. ഇവയെല്ലാം വിസ്മരിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നത് വ്യാമോഹമാണ്. നോട്ട് പിൻവലിക്കലിന് ശേഷം ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണെന്ന് SBT എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KS കൃഷ്ണ പറഞ്ഞു. ബാങ്കിംഗ് മേഖല സ്തംഭനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളുടെ ജോലി നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വായ്പ കൊടുക്കുകയാണ്. പക്ഷെ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ വായ്പാ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. പുതുതലമുറ ബാങ്കുകളെ വൻതോതിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്ന് കോട്ടയത്ത് ചേർന്ന SBT എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കറൻസി ക്ഷാമമടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തി ജനുവരി 3-ന് രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 33 കേന്ദ്രങ്ങൾ ഉപരോധിക്കും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കള്ളപ്പണ വിഷയത്തിൽ മോദിയെ കടന്നാക്രമിച്ച് BSP നേതാവ് മായാവതിയും നോട്ട് അസാധുവാക്കിയതിനു ശേഷം BJP അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് മായാവതി മോദിയെ വെല്ലുവിളിച്ചു. നോട്ട് നിരോധനത്തിന് ശേഷം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദില്ലി കരോൾ ബാഗ് ബ്രാഞ്ചിൽ BSP 104 കോടി രൂപ നിക്ഷേപിച്ചെന്ന് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. മായാവതിയുടെ സഹോദരൻ ആനന്ദിന്റെ അക്കൗണ്ടിൽ 1.25 കോടിയും നിക്ഷേപിച്ചതായി കണ്ടെത്തി. BSPയുടേത് കള്ളപ്പണമാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് മായാവതി രംഗത്തെത്തിയത്. ദളിത് വിരുദ്ധ നിലപാടുള്ള BJP തന്നെ താറടിച്ച് കാണിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് മായാവതി ആരോപിച്ചു. BSPയുടെ അക്കൗണ്ടുകളിലുള്ള പണത്തിന് കൃത്യമായ കണക്കുകളുണ്ടെന്നും മായാവതി പറഞ്ഞു. അംഗത്വ വിതരണത്തിലൂടെ പാർട്ടിക്ക് ലഭിച്ച പണമാണ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് നിയമാനുസൃതമായി ലഭിച്ച പണം നശിപ്പിച്ചു കളയണമായിരുന്നു എന്നും മായാവതി ചോദിച്ചു. നോട്ട് നിരോധനത്തിന് തൊട്ടു മുൻപും അതിനുശേഷവും BJPയുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച പണത്തിന്റെ കണക്ക് ധൈര്യമുണ്ടെങ്കിൽ മോഡി വെളിപ്പെടുത്തണമെന്നും മായാവതി വെല്ലുവിളിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് BJP വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നതെന്നും മായാവതി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. PT കുഞ്ഞു മുഹമ്മദിന്റെ പുതിയ ചിത്രം വിശ്വാസപൂർവ്വം മൻസൂർ ചിത്രീകരണത്തിനൊരുങ്ങുന്നു. റോഷൻ മാത്യു, പ്രയാഗ മാർട്ടിൻ, ഗൗതമി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിർജിൻ പ്ലസ് മൂവീസിന് വേണ്ടി KV മോഹനനാണ് ചിത്രം നിർമ്മിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം PT കുഞ്ഞുമുഹമ്മദ് ഒരുക്കുന്ന ചിത്രമാണ് വിശ്വാസപൂർവ്വം മൻസൂർ. വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മയും മകളും വടക്കൻ മലബാറിലെത്തുന്നതും ഒരു വീട് ഇവർക്ക് അഭയം നൽകുന്നതിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഇതിനിടെ ഇവർക്ക് അഭയം നൽകിയ ചെറുപ്പക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കപ്പെടേണ്ട അവസ്ഥയിലെത്തുന്നു. വടക്കൻ മലബാറിലെ ഗ്രാമത്തിലെ കഥയിലൂടെ ദുരിതപൂർണമായ വർത്തമാന കാലഘട്ടം ചിത്രം കൈകാര്യം ചെയ്യുന്നു. വളരെ സമാധാനത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരൊന്നും പ്രതീക്ഷിക്കാതെ, അവരൊന്നും ചെയ്യാതെ കടന്നു വരുന്ന ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു ഒഴുക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രതിപാദ വിഷയം. ശ്വേതാ മേനോൻ, രഞ്ജി പണിക്കർ, VK ശ്രീരാമൻ തുടങ്ങിയവരും ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നു. ജയകൃഷ്ണൻ കാവലിന്റെ കഥയ്ക്ക് സംഭാഷണവും തിരക്കഥയും ഒരുക്കിയത് PT കുഞ്ഞുമുഹമ്മദ് തന്നെയാണ്. രമേശ് നാരായണന്റേതാണ് സംഗീതം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിനിമാ സമരത്തിന് പരിഹാരം തേടി ഇന്ന് വീണ്ടും ചർച്ച. ക്രിസ്മസിന് മലയാളത്തിൽ റിലീസ് ഉണ്ടാകാത്തതിനെ തുടർന്നുണ്ടായ ഭീമൻ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ ഇന്ന് യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും സംയുക്ത യോഗം. ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി കൈരളി TV റാന്നിയിൽ അണിയിച്ചൊരുക്കിയ മെഗാസ്റ്റാർ ഷോ ഗംഭീര വിജയമായി മാറി. 10,000-കണക്കിന് വരുന്ന കലാപ്രേമികളെ സാക്ഷി നിർത്തിയാണ് ഷോ അരങ്ങേറിയത്. ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ കലാകാരന്മാരാണ് ഷോ നയിച്ചത്. പുതുവത്സര ദിനത്തിൽ ഈ മെഗാ ഷോ കൈരളി TV സംപ്രേഷണം ചെയ്യും. മലയോര മേഖലയെ ഇളക്കിമറിച്ച് കൈരളി TVയുടെ പുതുവത്സര വിരുന്ന്. വൈകിട്ട് 6 മണിക്കാണ് സ്റ്റേജ് ഷോ ആരംഭിച്ചതെങ്കിലും 4 മണി മുതൽ തന്നെ കാണികൾ റാന്നി സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തി. 10,000-ഓളം ആസ്വാദകരെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇതിന്റെ 2 ഇരട്ടിയിലധികം കലാസ്വാദകരാണ് കൈരളി അണിയിച്ചൊരുക്കിയ മെഗാ ഷോ ആസ്വദിക്കാനെത്തിയത്. റിമി ടോമി, രമേഷ് പിഷാരടി, റോമ തുടങ്ങിയ കലാകാരന്മാർ സ്റ്റേജിൽ നിറഞ്ഞാടി. ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായ മലയോര ജനങ്ങൾ നെഞ്ചോട് ഏറ്റെടുത്ത പുതുവത്സര സമ്മാനമായി മാറി കൈരളിയുടെ മെഗാ ഷോ. ഇതിന്റെ പൂർണ്ണരൂപം പുതുവത്സര ദിനത്തിൽ കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്.